PSC പോസ്റ്റിംഗ് കിട്ടിയ സർക്കാർ ഉദ്യോഗസ്ഥൻ ലക്ഷ്യം നിറവേറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഉദ്യോഗം കിട്ടിയാൽ, ഒരു ജോലി കിട്ടിയാൽ ആ ജോലിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഉദ്യോഗസ്ഥർ പെരുമാറുന്നുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ പൊതുജന സേവനം? അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, നമുക്കൊരു PSC പോസ്റ്റിംഗ് കിട്ടിയാൽ ആദ്യം തന്നെ നമുക്കൊരു PSC പോസ്റ്റിംഗ് കിട്ടുന്നതിൻ്റെ ഒരു കാര്യം നമുക്കൊന്ന് നോക്കാം. ഒരു PSC പോസ്റ്റിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ PSCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫീസ് അടയ്ക്കുന്നില്ല. നമ്മുടെ കഴിവും ആത്മാർത്ഥതയും വിദ്യാഭ്യാസവും യോഗ്യതയും അളവുകോലായി നിശ്ചയിച്ച് അതിനുള്ള പരീക്ഷകൾ നടത്തി, ആവശ്യമെങ്കിൽ ഇൻ്റർവ്യൂ നടത്തി, ലക്ഷക്കണക്ക് ആളുകൾ പങ്കെടുക്കുന്ന പരീക്ഷകൾ മത്സരബുദ്ധിയോടെ അതിനാവശ്യമായ കോച്ചിങ് നേടി, പ്രാവീണ്യം നേടി, പഠിച്ച് പരീക്ഷ എഴുതി അതിൽ വിരലിലെണ്ണാവുന്നവരെ അരിച്ചു പറക്കി ആണ് PSC പോസ്റ്റിംഗ് കൊടുക്കുന്നത്. അവിടെ മറ്റ് സ്വാധീനങ്ങളോ അഭീഷ്ടങ്ങളോ അങ്ങനത്തെ യാതൊരു അനീതികളും നിലനിൽക്കാതെ വളരെ സെക്യൂരിറ്റിയോട് കൂടി നടക്കുന്നൊരു പരീക്ഷയാണ് PSC പരീക്ഷ. അപ്പോൾ അതിൽ സ്ക്രീനിങ് കഴിഞ്ഞ് ജോലി കിട്ടുന്നവരെന്ന് പറയുന്നത് നല്ല സമർത്ഥരായ വിദ്യാർത്ഥികളോ ആളുകളോ ആണ് അതിൽ ജോലി കിട്ടുന്നത്. പിന്നീട് അവർക്ക് PSC പോസ്റ്റിംഗ് കൊടുക്കും. വിവിധ മേഖലകളിലേക്ക് അവരെ പോസ്റ്റ് ചെയ്ത് കടന്നു വരും. പുതിയ ഉദ്യോഗാർത്ഥിയായിട്ട് കടന്നു വന്ന് പൊതുജന സേവനം തുടങ്ങും. ഒരുപാട് പേരും മഹനീയമായ സേവനം കാഴ്ചവെച്ച് പോകുമ്പോൾ ചുരുക്കം ചിലരെങ്കിലും നമ്മുടെ സേവനം എന്താണ്, ആർക്ക് വേണ്ടിയാണ്, എങ്ങനെ ആയിരിക്കണം എന്നറിയാതെ കടന്നു പോകുന്നവരുണ്ട്. പലപ്പോഴും നമ്മുടെ അനുഭവവും ഉദ്യോഗസ്ഥ എന്നുള്ള രീതിയിലുള്ള എൻ്റെ അനുഭവങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ ടീച്ചർ പോസ്റ്റ് ആണെങ്കിൽ ടീച്ചർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്, അധ്വാനിക്കേണ്ടത്. അവരുടെ ലക്ഷ്യമാണ്. ആ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അധ്യാപന ജോലിക്ക് അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. അത് നമ്മൾ നിറവേറ്റിയെടുക്കണം. അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. ഇനി മറിച്ചൊരു ഓഫീസിലാണെങ്കിലോ ഓഫീസിൻ്റേതായ ഫയലുകളും ഫയൽ രീതികളും അതടങ്ങുന്ന വിഷയങ്ങളും, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡാണോ, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയാണോ, അല്ലെങ്കിൽ PSCയിലെ തന്നെ ഉദ്യോഗമാണോ, അല്ലെങ്കിൽ മറ്റ് വില്ലേജ് ഓഫീസുകളാണോ, ദൈനംദിന കാര്യങ്ങൾ ഇടപെടുന്ന ഓഫീസുകളായിരിക്കും മിക്കതും. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ, പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ അടങ്ങുന്ന ഫയലുകളാണ് കൈകാര്യം ചെയ്യാനുള്ളത്. ഈ ഫയലുകളൊക്കെ യഥോചിതം, കാലതാമസം കൂടാതെ യുക്തിഭദ്രമായി എല്ലാവരും ചെയ്യുന്നുണ്ടോ? അതായത് ഉദ്യോഗസ്ഥർ അവരുടെ കടമകൾ കൃത്യമായി നിറവേറ്റുന്നുണ്ടോ? നിറവേറ്റാത്തവരുമുണ്ട്. എന്താണ് എന്നെക്കൊണ്ടുള്ള ലക്ഷ്യം എന്നൊരിക്കൽ പോലും ആ ഉദ്യോഗ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത ചുരുക്കം ചിലരെങ്കിലും നമ്മളുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ളവർ യഥാസമയം ഫയലുകൾ കൈകാര്യം ചെയ്യാതിരിക്കുക, അത് വേണ്ട വിധം ഫയൽ പഠിച്ച് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാതിരിക്കുക, ആ ഫയലിനകത്തൊരു ജീവിതമാണുള്ളത്. ഈ ഫയൽ നീങ്ങി കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങൾ ശരിയാകണം, ഭദ്രമാകണം, അതവർക്ക് നേടിയെടുക്കാൻ പറ്റണം എന്നൊരു ചിന്തയില്ലാതിരിക്കുക. അല്ലെങ്കിൽ ഫയല് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും കൈക്കൂലിയോ അതുപോലെ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കി അതിൻ്റെ പിറകെ പോവുക. ഇതെല്ലാം ചുരുക്കം ചില ഉദ്യോഗസ്ഥരിൽ നമുക്ക് കാണാൻ കഴിയും. വേണ്ട വിധത്തിൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക, കാലോചിതമായിട്ട് നമുക്കാവശ്യമായ പുതിയ പഠനങ്ങൾ, പുതിയ രീതികൾ മനസ്സിലാക്കാതിരിക്കുക. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ കൈക്കൂലി പോലുള്ള വിഷയങ്ങളിലേക്ക് കടന്നു പോവുക എന്നുള്ളതാണ്. നമുക്ക് ജോലി ചെയ്യുന്നതിന് അതിന് നിയതമായ വ്യവസ്ഥകളിലൂടെ നമുക്ക് ശമ്പളമുണ്ട്. ഒരു ജോലിക്ക്, ഒരു പോസ്റ്റിന് അതിന് ഇത്ര ശമ്പളമൊന്നുണ്ട്. അത് കാലാനുഗതമായി ക്രമാനുസരണമായി വളർന്നുകൊണ്ടേയിരിക്കും.
അപ്പോൾ ആ ഒരു ശമ്പളവും കൈപ്പറ്റിക്കൊണ്ട് ആ ജോലി യഥാസമയം കൃത്യസമയം വേണ്ട വിധം ഫയലുകൾ കൈകാര്യം ചെയ്യാതിരിക്കുക. ആർക്ക് വേണ്ടിയാണോ നമ്മൾ പണിയെടുക്കുന്നത് അവർക്കത് ഉപയോഗപ്പെടാതെ പോവുക, അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുക, കബളിപ്പിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ഒരു കാര്യം ഒരാൾ അന്വേഷിച്ച് വന്നു. അന്വേഷിച്ച് വരുമ്പോൾ അത് ഏത് ലെവൽ വരെ എത്തി, ഫയൽ കണ്ടുപിടിച്ച് അതിൻ്റെ നിജസ്ഥിതി അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതെന്താണ് അതിലുള്ള പ്രോബ്ലം, അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം, ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല. അത് ശരിയായിട്ടില്ല, നാളെ വരും, അല്ലെങ്കിൽ അത് ഫയൽ നോക്കാതെ അത് ശരിയാക്കാം, പിന്നീട് വരും, അല്ലെങ്കിൽ ആ ഫയൽ അങ്ങ് അയച്ചിട്ടുണ്ടോ അത് പോയല്ലോ, അത് നോക്കിയിട്ടുണ്ട് എന്ന് വളരെ നിസ്സാരമായിട്ടൊരു ഒരു ഉത്തരം നൽകി അവർ തിരിച്ചു വിടുക. യഥാർത്ഥത്തിൽ ആ ഫയൽ നോക്കിയിട്ടുണ്ടാവില്ല, അത് എടുത്തിട്ടുണ്ടാവില്ല, അതിനകത്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല, സബ്മിറ്റ് ചെയ്തിരിക്കുന്ന രേഖകളൊക്കെ ഉണ്ടോ, അത് ശരിയാണോ, മതിയായ എല്ലാ രേഖകളും ഉണ്ടോ എന്നൊന്നും നോക്കൂല. ഇനി അഥവാ നോക്കിയാലോ, എന്തൊക്കെ രേഖകൾ കുറവുണ്ട്, ഇനി എന്തൊക്കെ വേണം, അതെവിടെ നിന്ന് സംഘടിപ്പിക്കാം എന്നൊന്നും അവർക്കൊന്നും പറഞ്ഞു കൊടുക്കൂല. ഇത് തെറ്റാണ്. ഫയൽ മടക്കി കൈ കൊടുക്കും, ഫയൽ തിരിച്ചു കൊടുക്കും, ശരിയായില്ല. ഈ പാവ മനുഷ്യൻ ഇതും കൊണ്ട് തിരിച്ചു പോയാൽ അവർക്ക് അറിയണ്ടേ, അതിനൊരു നോഹവ് വേണ്ടേ, ഇതിലെവിടെയാണ് തെറ്റ്, എന്താണ് തെറ്റ്, എങ്ങനെ ശരിയാക്കണം, ഇനി അടുത്ത ഏത് ഓഫീസിൽ നിന്ന് ഇതിനാവശ്യമതിയായ രേഖകൾ, ഉപോത്ബലകമായ രേഖകൾ എങ്ങനെ ഹാജരാക്കണം, ഈ ഒരു ഗൈഡൻസ് കൂടി അവർക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ. ഇതൊന്നും ചെയ്യാത്ത ഉദ്യോഗസ്ഥരുമുണ്ട്. ഇനി മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥന് കൈകാര്യം ചെയ്യുന്ന രീതി, നമ്മൾ ആദ്യം ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഞാൻ കുറേ എനിക്ക് മുകളിലുള്ള സീനിയർ ഉദ്യോഗസ്ഥരുടെ കീഴിലായിരിക്കും ഞാൻ ചെന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് അവിടെ നിന്ന് കുറേ പാഠങ്ങൾ പകർന്ന് കിട്ടും. ഈ സീനിയേഴ്സ് വഴി നമ്മൾ പഠിച്ച് എടുക്കും. നമുക്ക് അവർ ഒരു ഗൈഡൻസ് എപ്പോഴും നമ്മൾ അവരെ പിൻപറ്റിയായിരിക്കും പഠിച്ചെടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അങ്ങനെ ഒരു സ്വയം ഒരു പരിശ്രമത്തിലൂടെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത്. അതുപോലെ പുതിയതായിട്ട് ജോയിൻ ചെയ്തു. അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ ഫയലുകളിൽ എഴുതേണ്ട രീതി, ഫയൽ എഴുതേണ്ട രീതി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സീനിയേഴ്സ് വഴിയും മറ്റുള്ളവർ വഴിയും ഒക്കെ പഠിച്ചെടുത്ത് ഫയൽ നീങ്ങിപ്പോവും. ഈ ഫയലിൽ എന്നും ഒരേപോലെ ഫയൽ എഴുതി അയക്കും. മേലെ എൻ്റെ അടുത്ത് എത്തുമ്പോൾ ഫയൽ രണ്ടും രണ്ടായിരിക്കും. അതായത് ക്ലർക്ക് ഒരഭിപ്രായം എഴുതി അയക്കും. അത് സൂപ്രണ്ട് കൈകാര്യം ചെയ്ത് എൻ്റെ അടുത്ത് എത്തുമ്പോൾ വേറൊരു അഭിപ്രായമായിരിക്കും അതിനകത്തെത്തുന്നത്. അപ്പം ഞാൻ ഈ ഫയൽ മൊത്തം വായിച്ച് പുറകിലോട്ടൊക്കെ വായിച്ച് നോക്കുമ്പോൾ രണ്ടഭിപ്രായം രണ്ടായിട്ടാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് സൂപ്രണ്ട് ടിക്ക് ചെയ്തിട്ടുണ്ടാകും. അതായത് ഒരു ഫയലിൽ തന്നെ ഒരാൾ എഴുതുന്നത് അത് അടുത്തയാൾ മേലുദ്യോഗസ്ഥൻ ടിക്ക് ചെയ്ത് ശരിയാണെന്ന് വരുത്തിവിടും. അതിന് മുകളിലെത്തുമ്പോൾ അവിടെ വെച്ച് വേറെ കാര്യങ്ങൾ എഴുതി വിടും. അല്ലാതെ ആ ഫയലിൽ അത് തെറ്റാണോ, എന്നാലത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് തിരിച്ച് മടക്കി കൊടുത്ത് അത് ശരിയാക്കി വാങ്ങിച്ച് വീണ്ടും സബ്മിറ്റ് ചെയ്യാത്ത, അതിന് പരിശ്രമിക്കാത്ത മേലുദ്യോഗസ്ഥരുമുണ്ട്. തെറ്റെന്താണെന്ന് പിന്നെയും പരിശ്രമിച്ച് പരിശ്രമിക്കാത്ത കീഴുദ്യോഗസ്ഥരുമുണ്ട്. ഇനി എന്തുകൊണ്ട് ഈ കീഴുദ്യോഗസ്ഥൻ ഇങ്ങനെ സ്ഥിരം തെറ്റ് ചെയ്യുന്നു, അത് കറക്റ്റ് ചെയ്യാൻ മേലുദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുക്കാത്ത സന്ദർഭങ്ങളുണ്ട്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ രണ്ടുപേരെയും അടുത്ത് വിളിച്ചു. രണ്ടുപേരെയും ഒത്തു വിളിച്ചില്ല, ഇപ്പോൾ വേറെ വിളിച്ചു. ഇന്ന് രണ്ടുപേരുടെയും ഭാഗം കേൾക്കും. എന്നിട്ട് ഞാനും ഫയലുകൾ മറിച്ച് വായിച്ച് നിയമങ്ങൾ നോക്കി മനസ്സിലാക്കി എടുത്തിട്ട് അതിൻ്റെ നിജസ്ഥിതി ഞാനും മനസ്സിലാക്കാൻ പരിശ്രമിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ രണ്ടുപേരെയും വിളിപ്പിച്ചു, പ്രത്യേകം തന്നെ വിളിപ്പിച്ചു. രണ്ടുപേരുടെയും ഭാഗം കേട്ടു. അപ്പോൾ ആ സീനിയർ ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇവർക്ക് ഈ തെറ്റ് ഇത് ഇങ്ങനെയാണ്, ഇത് മാറ്റണം എന്നവരെ വിളിച്ച് പറഞ്ഞു കൊടുത്തില്ല. അവരോട് പറഞ്ഞു കൊടുക്കണ്ടേ, നിങ്ങൾ എഴുതുന്നത് അങ്ങനെയല്ല, നിയമം അങ്ങനെയല്ല, അത് തെറ്റാണ്, അതിങ്ങനെയാണെന്നുള്ളത് അതിനാവശ്യമായ രേഖകളും അല്ലെങ്കിൽ അതിൻ്റെ റൂളും പ്രൊസീജിയറും ഒക്കെ കൊടുത്ത് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. അവർ തെറ്റല്ലേ എഴുതി വിടുന്നത്. ഒന്നുകിൽ അവർ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ആ സീനിയർ ഉദ്യോഗസ്ഥ പറഞ്ഞത്, അതൊക്കെ സ്വയം പഠിക്കണം, ഞാൻ പറഞ്ഞു കൊടുക്കില്ല, അതവർ സ്വയം പഠിച്ചെടുക്കേണ്ടതിന്. അതെങ്ങനെയാണ് സ്വയം പഠിച്ചെടുക്കേണ്ടത്? നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അവരെ കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ്ടേ. തെറ്റിപ്പോയി,
തെറ്റിപ്പോയാൽ അവർക്ക് ആ നിയമം അതല്ല, ഇതാണെന്നുള്ളത് ഫയലെടുപ്പിച്ച് അവരെ കൊണ്ടത് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കിച്ച് തുടർന്ന് ആ തെറ്റ് ആവർത്തിക്കാതിരുന്നാലല്ലേ നമ്മൾ ഫയൽ സിസ്റ്റം കൊണ്ട് നമുക്കതിൽ ഉപയോഗമുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യബോധം, ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ആ ഫയലിൻ്റെ മെറിറ്റിനനുസരിച്ച് അത് പോകണ്ടേ. അപ്പോൾ അങ്ങനെയും മേലുദ്യോഗസ്ഥരും ഉണ്ട്. തെറ്റെന്താണ്? ഫയൽ തിരിച്ചു ചെല്ലുമ്പോൾ അതിൽ തെറ്റെന്താണ്? ഞാൻ എഴുതിയ ഫയൽ ഞാൻ എഴുതിയിടം മുതൽ അത് കണ്ട് മടങ്ങി വരുന്നത് വരെയും അത് ശരിയായോ? അതിനെന്തെങ്കിലും പോരായ്മകളുണ്ടോ? എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ? ഇത് മനസ്സിലാക്കാൻ പരിശ്രമിക്കാത്ത കീഴുദ്യോഗസ്ഥരുമുണ്ട്. ഫയൽ നേരെ ടൈപ്പിങ്ങിന് വിടുകയായിരിക്കും ചെയ്യുന്നത്, പ്രോസസ്സിങ്ങിന് വിടുകയായിരിക്കും ചെയ്യുന്നത്. അല്ലാതെ അതിലെന്തുകൊണ്ട് അത് തെറ്റ് വന്നു, അല്ലെങ്കിൽ മാറ്റിയതിൻ്റെ നിയമസാധുത എന്ത്, അത് വായിച്ച് മനസ്സിലാക്കാൻ പരിശ്രമിക്കാത്തവരുമുണ്ട്. ഇനി ക്ലയൻറ്റിനോടും അതുപോലെ തന്നെ ഫയലിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ ഒരു ആളുണ്ടായിരുന്നു എൻ്റെ കീഴിൽ. ഒരു കീഴുദ്യോഗസ്ഥ, ഒരു ഹാൻഡിക്യാപ്ഡൂടെയാണ്. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായിട്ട് വന്നു. അപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എല്ലാ ദിവസവും ഈ ഫയൽ റിജക്റ്റ് ചെയ്യും. ഈ ഫയൽ കയ്യിലെത്തുമ്പോഴൊക്കെ ഈ മേലുദ്യോഗസ്ഥ ഇത് റിജക്റ്റ് ചെയ്യും, ശരിയായില്ല. അങ്ങനെ വീണ്ടും കൊണ്ടുപോയി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാറ്റി വാങ്ങിച്ചുകൊണ്ട് വരും. വീണ്ടും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ശരിയല്ല എന്നും പറഞ്ഞ് അവരെ വീണ്ടും തട്ടും. ഇവർ വീണ്ടും പോകും. അപ്പോൾ കുഴപ്പമില്ല, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കറക്റ്റ് തന്നെ എന്നും പറഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ ഈ കുട്ടി, അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ഇടപെടുന്നത് കൊണ്ടും എന്നിലുള്ള വിശ്വാസം കൊണ്ടും ഈ കുട്ടി ഈ തിരിച്ചു നൽകുന്ന എൻ്റെ ഫയൽ തിരിച്ചു വിട്ട് നോക്കി തരുന്നില്ല. ഇത്രയും ദിവസമായിട്ടും അത് എനിക്ക് എൻ്റെ ശമ്പളവും കിട്ടിയില്ല, എനിക്ക് ആ ലീവും ശരിയായില്ല എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഒരു ഡേറ്റ് എഴുതിയേക്കുന്നതിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്കുണ്ട്. അത് ആ കുട്ടി മനസ്സിലാക്കുന്നില്ല. നമ്മുടെ തന്നെ ഒരു ഉദ്യോഗസ്ഥയാണ്, നമ്മുടെ ഓഫീസിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥ, ഒരു കീഴ് ജീവനക്കാരി, ഒരു ഹാൻഡിക്യാപ്ഡുമാണ്. അവരത് മനസ്സിലാക്കുന്നതേ ഇല്ല, അവർക്ക് എന്താണ് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ തെറ്റെന്നുള്ളത്. ഈ മനസ്സിലായ മേലുദ്യോഗസ്ഥ ഒരിക്കലും അവർക്കതൊന്നും പറഞ്ഞു കൊടുക്കുകയില്ല. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഇന്ന പെശകുണ്ട്, ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇങ്ങനെ മാറ്റി വാങ്ങിച്ചുകൊണ്ട് വരണം എന്നൊന്ന് അവർക്ക് പറഞ്ഞു കൊടുത്താലല്ലേ പറ്റത്തുള്ളൂ. അതവർ പറഞ്ഞു കൊടുക്കത്തില്ല. അവസാനം ഞാൻ ആ കുട്ടിയെ വിളിച്ച് ആ കാര്യം ബോധ്യപ്പെടുത്തി, അതേ വാങ്ങിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയ അതേ സ്ഥലത്ത് പോയി ഇത് കൊണ്ട് കാണിച്ച് ഈ പെശക് മാറ്റി വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി റെഡിയാക്കി കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ആ ലീവ് സാങ്ഷനാവുകയും കുട്ടിക്ക് ശമ്പളം കിട്ടുകയും ഒക്കെ ചെയ്തു. അപ്പം ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ധാർഷ്ട്യക്കാരായ ഒരു ചുരുക്കം ഉദ്യോഗസ്ഥർ, എന്തിനാണ് അവർ നിയോഗിച്ചിരിക്കുന്നത്, അവരുടെ ലക്ഷ്യം എന്താണ് എന്നും മനസ്സിലാക്കാതെ ആ റോള് പൂർത്തിയാക്കാതെ ശമ്പളം വാങ്ങുന്നവരുമുണ്ട്. നമ്മളെ എന്തിന് പോസ്റ്റ് ചെയ്തിരിക്കുന്നു, ആർക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിരിക്കുന്നു, അവർക്കത് ഉപകാരപ്പെടാൻ വേണ്ട വിധത്തിൽ ഫയലുകൾ കൈകാര്യം ചെയ്യാൻ പലപ്പോഴും മറന്നു പോകുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ജോലി കിട്ടി, ഭദ്രമായി ശമ്പളമുണ്ട്, എൻ്റെ ജീവിതം സുഭിക്ഷമായി, ഞാനും എൻ്റെ ജോലിയും. അതിനപ്പുറത്തേക്ക് ആ ജോലി ആർക്ക് വേണ്ടിയാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ അതിൻ്റെ ലക്ഷ്യങ്ങളോ ഉദ്ദേശങ്ങളോ ഒക്കെ മറന്നുപോയി കൈക്കൂലിയും അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളും കാംക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ചുരുക്കം ചില ഉദ്യോഗസ്ഥർ നമുക്ക് അപമാനമായി തന്നെ നമ്മോടൊപ്പം ഉണ്ട്. പല ഫീൽഡിലും നമുക്കത് കാണാൻ കഴിയും. നിങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ ഉദ്യോഗസ്ഥരിൽ നിന്ന്? കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കമൻറ്റ് ചെയ്യണേ. അതായത് പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ നമ്മുടെ ഫയൽ യഥാസമയം അതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കി ഫയൽ നീങ്ങാത്ത സന്ദർഭങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം എങ്ങനെയായിരുന്നു? കാലതാമസം നേരിട്ടോ? അവസാനം അതെങ്ങനെ ശരിയായി? ഈ വക കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്കും അറിയാൻ താല്പര്യമുണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.